ഇടതുപക്ഷത്തിന്റെ പരാതിയെ തുടർന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തതോടെ അനിശ്ചിതത്വത്തിലായ തന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇന്നലെയുണ്ടായ ഹൈക്കോടതി വിധിക്ക് പിന്നാലെ പ്രതീക്ഷ വീണ്ടെടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ്. കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു നിയമവിദ്യാർത്ഥിനിയായ വൈഷ്ണ സുരേഷ്. ജനറൽ വാർഡായ മുട്ടടയിൽ മത്സരിക്കാനാണ് കോൺഗ്രസ് വൈഷ്ണയെ നിയോഗിച്ചത്. എന്നാൽ വൈഷ്ണയുടെ വീട്ടു നമ്പർ തെറ്റാണെന്ന് കാട്ടി CPM മുട്ടട ബ്രാഞ്ച് കമ്മിറ്റി അംഗം പരാതി നൽകുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്യുകയുമായിരുന്നു. അതേസമയം വോട്ടർ പട്ടികയിൽ വീട്ടു നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതിൽ വീഴ്ച വരുത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും ഇതിൽ തനിക്ക് നീതി നിഷേധിക്കരുതെന്നും ആവശ്യപ്പെട്ടാണ് വൈഷ്ണ കോടതിയെ സമീപിച്ചത്. കേസ് പരിഗണിച്ച കോടതി വിഷയത്തിൽ അടിയന്തരമായി അന്തിമ തീരുമാനം കൈക്കൊള്ളണമെന്ന നിർദ്ദേശവും നൽകി. ഇതോടെയാണ് 2 ദിവസമായി ആശങ്കയിലായിരുന്ന മുട്ടടയിലെ UDF ക്യാമ്പ് വീണ്ടും സജീവമായത്. കോടതി ഉത്തരവിന് പിന്നാലെ ഇന്ന് നടക്കുന്ന ഹിയറിംഗിന് ശേഷം വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് UDFും വൈഷ്ണയും. ഇന്നലെ കോടതി പരാമർശം വന്നതിന് പിന്നാലെ കുറുവങ്കോണത്തെ പാർട്ടി ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ പടക്കം പൊട്ടിച്ച് ആഹ്ലാദം പങ്കുവച്ചു. തുടർന്ന് കോർപ്പറേഷനിലെ UDF മേയർ സ്ഥാനാർത്ഥി ശബരിനാഥനൊപ്പം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും കയറി വൈഷ്ണ വോട്ട് തേടി. തന്റെ വോട്ടർ ID കാർഡ്, പാസ്പോർട്ട്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഇവയിലെല്ലാം ഒരേ വിലാസമാണെന്നും ഇക്കാര്യങ്ങളെല്ലാം സമർപ്പിച്ചിട്ടും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തെന്നും വൈഷ്ണ പറഞ്ഞു.